ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ സർവ്വപിതൃ അമാവാസിയാണ്. അതുമാത്രവുമല്ല, സൂര്യഗ്രഹണവും കൂടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ദോഷങ്ങൾ, അതായത് പിതൃദോഷം, സൂര്യഗ്രഹണം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ, കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും മാറാൻ നമ്മൾ കൊളുത്തേണ്ടുന്ന ഒരു ദീപത്തെക്കുറിച്ചും നാളെ കറുത്തവാവിന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, സൂര്യഗ്രഹണം ഇന്ത്യയിൽ വിസിബിൾ ആണോ എന്നുള്ളത്. ഇന്ത്യയിൽ സൂര്യഗ്രഹണം വിസിബിൾ അല്ല. കാരണം ഗ്രഹണം ആരംഭിക്കുന്നത് ഇന്ന് രാത്രി 10:30 കൂടിയിട്ടും അവസാനിക്കുന്നത് സെപ്റ്റംബർ 21 അതികാലെ 3:30 കൂടിയിട്ടുമാണ്. നമുക്ക് ഇന്ത്യയിൽ സൂര്യഗ്രഹണം വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ ദോഷകരമായിട്ട് ആരെയും അത് അഫക്റ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഉത്രം നക്ഷത്രത്തിലാണ് ഈ ഒരു ഗ്രഹണം സംഭവിക്കുന്നത് എന്നതുകൊണ്ട് ഉത്രം നക്ഷത്രക്കാരെ അതൊന്ന് ചെറിയ രീതിയിൽ ഏശിയേക്കാം. ഉത്രം, അത്തം, കാർത്തിക പോലുള്ള നക്ഷത്രങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആ നക്ഷത്രങ്ങൾ ആ ഒരു ഗ്രഹണ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഗ്രഹണം എന്തായാലും ഇന്ത്യയിൽ വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചന്ദ്രഗ്രഹണത്തിന് ചെയ്തതുപോലുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടുന്നതില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെയുള്ളത് സർവ്വപിതൃ അമാവാസി. അതായത് ഇപ്പം പിതൃപക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിതൃപക്ഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ പിതൃക്കളെ അവരുടെ ലോകത്തോട്ട് തിരിച്ച് നമ്മൾ സന്തോഷത്തോടു കൂടി, അവർ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളെ അനുഗ്രഹിച്ചിട്ട് വേണം പോകാനായിട്ട്. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അമാവാസി തിഥി ആരംഭിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി 12:20 കൂടിയിട്ടും തിഥി അവസാനിക്കുന്നത് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച അതികാലെ 1:20 കൂടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് അമാവാസിയാണ്. പിതൃതർപ്പണം ചെയ്യുന്നവർക്കൊക്കെ നാളത്തെ ദിവസം രാവിലെ തന്നെ വ്രതമെടുത്ത് തർപ്പണമൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി കാക്കകൾക്ക് ഫുഡ് വെക്കുന്നവർ നാളത്തെ ദിവസം മറക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെ കാക്കയ്ക്ക് കൊടുക്കണം. എള്ളും തൈരും ചോറും കൂടി ഇട്ട് കുഴച്ച് നിങ്ങൾക്ക് കാക്കയ്ക്ക് നാളത്തെ ദിവസം കൊടുക്കാവുന്നതാണ്. വെള്ളം കൊടുക്കണം. അതേപോലെ തന്നെ നാളത്തെ ദിവസം ദാനം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ചന്ദ്രഗ്രഹണത്തിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഗ്രഹണ സമയം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നതിന് ഉള്ളിലായിട്ട് നിങ്ങൾ അരി, ഉപ്പ്, പൈസ നിങ്ങളെക്കൊണ്ട് എന്തു പറ്റുമോ, കാരണം വലിയ രീതിയിൽ അഫക്റ്റ് ഇന്ത്യയിൽ വരാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾ ദാനം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആർക്കെങ്കിലും അത് ദാനമായിട്ട് കൊടുക്കണം. ഇനി ആ സമയത്ത് എടുത്തു വെക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആർക്കെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലോട്ടോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ടോ നിങ്ങൾക്ക് പൈസ ഡൊണേഷനായിട്ട് കൊടുക്കുകയും ചെയ്യാം. പശുവിന് ഭക്ഷണം കൊടുക്കുന്നതും നാളത്തെ ദിവസം നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. പിന്നെ നാളെ കറുത്തവാവായതുകൊണ്ടും ഞാൻ പറഞ്ഞല്ലോ, സൂര്യഗ്രഹണം ഞായറാഴ്ച അതിരാവിലെ ഏകദേശം ഒരു 3:30 തന്നെ അവസാനിക്കുന്നത് കൊണ്ട് ഗ്രഹണത്തിൻ്റേതായിട്ടുള്ള വേറെ ഒരു പ്രശ്നങ്ങളും നമുക്കില്ല. സോ കറുത്തവാവിന് നമ്മൾ സാധാരണ ലക്ഷ്മി പൂജ ചെയ്യുന്നതാണ്. നാളത്തെ ദിവസം വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഉത്രം നക്ഷത്രത്തോടു കൂടി വന്നിരിക്കുന്ന അമാവാസി. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് ലക്ഷ്മി പൂജയ്ക്ക് വളരെ വളരെ മികച്ച ഒരു നക്ഷത്രമാണ്. പക്ഷേ സാധാരണ വെറുതെ വന്നിട്ട് കാര്യമില്ല. ഉത്രം നക്ഷത്രത്തോടു കൂടി പൗർണമിയോ അമാവാസിയോ വരുമ്പോൾ ആ ദിവസം നമ്മൾക്ക് ലക്ഷ്മി പൂജയ്ക്ക് നല്ല ഫലങ്ങൾ തന്നെ ഉണ്ടാകും. അതിലും ഏറ്റവും പ്രധാനം ഇത് ഭാദ്രപദ മാസത്തിലെ ഉത്രം നക്ഷത്രവും കറുത്തവാവുമായതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഞായറാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലോ ഞായറാഴ്ച വൈകിട്ടോ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. വലിയ മികച്ച രീതിയിലൊന്നുമല്ല, സാധാരണ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് ലക്ഷ്മി ദേവിക്ക് പീഠമൊക്കെ ഒരുക്കി ദേവിയെ ഇരുത്തി ദേവിക്ക് 2 സൈഡിലും വിളക്കുകളൊക്കെ കൊളുത്തി വെച്ച് അമ്മയുടെ
ഗായത്രി മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നുവല്ലോ. 15 ദിവസത്തെ ലക്ഷ്മി പൂജയെ ചൊല്ലേണ്ടുന്ന ഗായത്രി മന്ത്രം ആദ്യം 3 പ്രാവശ്യം ചൊല്ലി അമ്മയ്ക്ക് പൂവ് സമർപ്പിക്കുക. ശേഷം ദേവിയുടെ 108 നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുക. ധൂപദീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് വെറ്റില, പാക്ക്, പാല് കാച്ചി വെച്ചാൽ മതിയാവും. അങ്ങനെയല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതും സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് പ്രാർത്ഥിക്കുക. വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരും. കഴിയുന്നവരൊക്കെ നാളത്തെ ദിവസം ദേവിക്ക് ഒരു താമരപ്പൂവ് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അത് വളരെ നല്ല ഐശ്വര്യം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തരും. ഞാൻ ഈ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. സഡനായിട്ട് റിസൾട്ട് കിട്ടിയതായിട്ട് പറഞ്ഞ് 2-3 പേരുടെ മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. അതിലൊരാൾക്ക് ലക്ഷ്മി പൂജ ചെയ്ത് എഴുന്നേറ്റ് ആഫ്റ്റർ ഒരു 1 അവറിനുള്ളിൽ തന്നെ കയ്യിൽ പൈസ കിട്ടിയെന്നും മറ്റൊരാൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പോലെ തന്നെ അമ്പലത്തിലെ പ്രസാദം കിട്ടിയെന്നും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങളോട് ഞാൻ ആ പൂജ നിങ്ങൾ തീർച്ചയായും നിർമ്മലമായ മനസ്സോടുകൂടി ചെയ്താൽ നിങ്ങൾക്കതിനുള്ള ഫലം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ ആ ലക്ഷ്മി പൂജ ചെയ്തിട്ട് ഭയങ്കര മനസ്സന്തോഷം തോന്നിയെന്നും പറഞ്ഞ് നമ്മുടെ കമൻസിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവർക്കും അവരാഗ്രഹിച്ച കാര്യം ലക്ഷ്മി ദേവി തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരേ ഒരു ദീപം നമ്മുടെ വീട്ടുവാതിൽക്കൽ നമ്മൾ നാളെ ഞായറാഴ്ച കൊളുത്തുക എന്നുള്ളതാണ്. നാളെ നിങ്ങളിത് കൊളുത്തിയാൽ നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയാൻ കാരണം, പിതൃദോഷം നീങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഈ ഒരു അമാവാസി വന്നിരിക്കുന്നത് ഉത്രം നക്ഷത്രത്തിലും അതേപോലെ തന്നെ ഞായറാഴ്ചയുമാണ്. ഇപ്പോൾ കന്നിമാസമാണ്. ഉത്രം നക്ഷത്രം അടങ്ങിയിരിക്കുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. അതുമാത്രവുമല്ല, ഈ കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിൽ ഞായറാഴ്ചയോട് കൂടി വന്നിരിക്കുന്നു. നാളത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 21 1 എന്ന് പറയുന്നത് സൂര്യനെ കുറിക്കുന്ന നമ്പരും 2 എന്ന് പറയുന്നത് ചന്ദ്രനെ കുറിക്കുന്ന നമ്പരും 2+1 2 1 കൂട്ടുമ്പോൾ കിട്ടുന്ന 3 എന്ന് പറയുന്നത് വ്യാഴത്തെ കുറിക്കുന്നതുമാണ്. നമ്മുടെ പിതൃദോഷം മാറ്റാൻ സൂര്യഭഗവാനും മനസ്സന്തോഷം തരാൻ ചന്ദ്രഭഗവാനും ഇതെല്ലാം നേരെയായാൽ സർവ്വസമ്പത്തും തരാൻ വ്യാഴഗ്രഹവും ഒരുങ്ങിയിരിക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ദീപം കൊളുത്തുമ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു കൊളുത്തുന്നോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് ഈ ഒരു സർവ്വ പിതൃ അമാവാസി ദിവസം വൈകിട്ട് 6-നും 7:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് വേണം നിങ്ങൾ ഈ ഒരു ദീപം കൊളുത്താൻ. ദീപം എങ്ങനെ കൊളുത്തണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മാവിളക്ക് കൊളുത്തുന്നത് കാണിച്ചു തന്നിരുന്നല്ലോ. ഇവിടെ നമ്മൾ അരിമാവും ഗോതമ്പ് മാവും സമാസമമാണ് എടുക്കുന്നത്. അതായത് ചന്ദ്രഭഗവാന്റെ കടാക്ഷത്തിനു വേണ്ടി 1 സ്പൂൺ പച്ചരി എടുത്താൽ സൂര്യഭഗവാന്റെ കടാക്ഷത്തിനു വേണ്ടിയിട്ട് 1 സ്പൂൺ ഗോതമ്പ് മാവ് നമ്മൾ എടുക്കണം. കാരണം സൂര്യൻ്റെ ധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്, ചന്ദ്രൻ്റെ ധാന്യം എന്ന് പറയുന്നത് പച്ചരിയാണ്. അപ്പോൾ ഈ രണ്ടും നമ്മളെടുത്ത് അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് ശുദ്ധമായ ജലം കൊണ്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ഉണ്ടയാക്കി എടുക്കണം. എന്നിട്ട് അതൊരു വിളക്കിൻ്റെ ഷേപ്പിലോട്ട് മാറ്റി അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് നമ്മുടെ വീട്ടുവാതിൽക്കൽ വടക്കോട്ട് ഫേസ് ചെയ്ത് വേണം ആ ഒരു ദീപം കൊളുത്താൻ. നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഏത് ഭാഗമാണോ നിങ്ങളുടെ വലതായിട്ട് വരുന്നത് ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്താൻ. അതായത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ വലതുവശം. നമ്മൾ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു വലതുവശം. ഇത് നിങ്ങൾക്കൊരു വാഴയിലയുടെ പുറത്തോ വെറ്റിലയുടെ പുറത്തോ, വാഴയിലയും വെറ്റിലയും കിട്ടാത്തവർ ഏതെങ്കിലും ഒരു ചെടിയുടെ ഇലയുടെ പുറത്തോ വേണം കൊളുത്താൻ. വേറെ പാത്രങ്ങളൊന്നും എടുക്കരുത്. കാരണം നമ്മളിത് കത്തിച്ച് ഇത് കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിനുള്ളിലോട്ട് ഇത് കൊണ്ടുവരരുത്. നേരെ പുറത്ത് തന്നെ വേണം കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് 6-നും 7:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം കൊളുത്തുന്നതിന് മുൻപായിട്ട് വേണം ഈ ഒരു ദീപം കൊളുത്താൻ. ഫ്രണ്ട് ഡോറ് ജസ്റ്റ് ആ വിളക്ക് വെക്കുന്ന ഭാഗം ഒന്ന് വൈപ്പ് ചെയ്ത് ശുദ്ധമാക്കിയിട്ട് ഇല വെച്ചിട്ട് അതിന് പുറത്തായിട്ട് ഈ ഒരു മാവ് കൊണ്ടുള്ള ദീപം വെച്ചിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ച് തിരി കത്തിച്ചതിന് ശേഷം നമ്മുടെ പിതൃക്കന്മാരെയും നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാവരെയും മനസ്സിലോർത്ത് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറ്റി ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട്
ഒരല്പം കറുത്ത എള്ളും കൂടി നമ്മൾ ആ ഒരു നല്ലെണ്ണയ്ക്കകത്തോട്ട് ഇടണം. ദീപം കൊളുത്തിയതിന് ശേഷം, ദീപം കൊളുത്തുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നല്ലെണ്ണയിലേക്ക് ആ ഒരു എള്ള് ഇടുമ്പോഴും, കറുത്ത എള്ള് ഇടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ശേഷം പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് നമ്മൾ ആ ഒരു ദീപത്തിൻ്റെ അടുത്തായിട്ട് വെക്കണം. 6 മണിക്ക് ദീപം കൊളുത്തുന്നവരാണെങ്കിലും ഇനി 7:15 ദീപം കൊളുത്തുന്നവരാണെങ്കിലും 7:30 കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാവ് ദീപം എടുത്ത് വെളിയിൽ എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് കളയാം. ആ വെള്ളവും ഗ്ലാസ്സും അതേപോലെ തന്നെ പുറത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ, വീടിനകത്തോട്ട് കയറ്റരുത്, പുറത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ആ വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്ലാസ് നല്ലവണ്ണം കഴുകിയിട്ട് നിങ്ങൾക്ക് വീടിനുള്ളിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. സ്റ്റീൽ ഗ്ലാസ്സിലോ അതുപോലെ തന്നെ ചില്ല് ഗ്ലാസ്സിലോ ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും പുറത്ത് നിങ്ങൾക്ക് വെള്ളം വെക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ കാര്യം ചെയ്യുന്നതിലോടുകൂടി നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതാണ്. കഴിയുന്നതും നാളത്തെ ദിവസം എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, സൂര്യഗ്രഹണം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ ഗായത്രി മന്ത്രമോ ലളിതാ സഹസ്രനാമമോ ഓം നമഃ ശിവായ അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ദേവൻ്റെ മന്ത്രങ്ങൾ ഒരു 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ, ദാനം കൊടുക്കുന്നത് ക്ഷേത്രങ്ങളിലോട്ടാണെങ്കിലും നമ്മൾക്ക് ദാനം കൊടുക്കാവുന്നതാണ്. അതല്ല വ്യക്തികൾക്കായിട്ടാണെങ്കിലും കൊടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അതുപോലെ കൊടുക്കും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും 10 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് പെൺകുട്ടിക്കെങ്കിലും ഒരു ചോക്ലേറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നാളത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.